ഇവിടെ ആരംഭത്തിൽ കഥാനായികയെ സിയാണ് കാണിക്കുന്നത്. അവളെ കുറച്ച് പേര് ഓടിച്ചിടുന്നു. കെട്ടിക്കാൻ ഉറപ്പിച്ച ചെക്കൻ്റെ ആൾക്കാരാണ് അവളെ ഓടിച്ചിടുന്നത്. അയാൾ അവളെ കെട്ടാനായി 5 മില്യനാണ് വീട്ടുകാർക്ക് കൊടുത്തിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവനെ തന്നെ കെട്ടാനായി പറഞ്ഞു. അയാൾ ഒരു വൃദ്ധനും ഇതിനകം തന്നെ 3 സ്ത്രീകളെ കൊന്ന ഒരാളാണ്. നിങ്ങൾ എന്നെ പണത്തിന് വിൽക്കുകയാണെന്ന് അവൾ അച്ഛനോട് ചോദിക്കുമ്പോൾ, ഒരു അപരിചിതനായ ഒരാളിൽ നിന്ന് കുട്ടിയെ നിനക്ക് 5 വർഷം മുന്നേ ജനിച്ചതല്ലേ, എന്നിട്ട് നിന്നെ കെട്ടാൻ ഇനി രാജകുമാരൻ വരണോ എന്ന് അനിയത്തി കളിയാക്കി പറയുമ്പോൾ, അവൾക്ക് ഈ വിവാഹം കഴിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ ഇവൾ അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ ഇവിടെ നിന്നിരുന്ന 2 കുട്ടികൾ അവളെ രക്ഷിക്കാനായി മുന്നിൽ വന്ന് നിന്നു. ആൾക്കാരെ കണ്ടപ്പോൾ അവർ അവളെയും കൂട്ടി ഓടിപ്പോവുകയാണ്. അവരിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ അവർ അവളെ അമ്മെന്ന് വിളിക്കുന്നതിനാൽ കുട്ടികൾ, നിങ്ങൾക്ക് തെറ്റുപറ്റി, ഞാൻ നിങ്ങളുടെ അമ്മയല്ല, എന്തിനാണ് അവർ അമ്മയെ ഓടിച്ചിട്ടും ചോദിക്കുമ്പോൾ, ഒരു വൃത്തിയായിട്ട കിളവനെ കെട്ടിക്കാനാണ് ഓടിച്ചത്. എൻ്റെ അച്ഛനോട് പറഞ്ഞാൽ അമ്മ എന്തായാലും അച്ഛൻ രക്ഷിക്കും. ഇവർ ഇവളോട് സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ആ ചെറുക്കൻ്റെ കോളറിൽ പിടിച്ച് ഹീറോ വലിച്ചത്. പിന്നാലെ അവൾ തട്ടിക്കൊണ്ടു പോകുന്നവരാണെന്ന് കരുതി ഹീറോയ്ക്ക് ഒരു അടി കൊടുത്തു. ഹീറോയെ അവൻ അച്ഛന്ന് വിളിക്കുമ്പോഴാണ് അവൾ അടിച്ച ആള് ആ കുട്ടിയുടെ അച്ഛനാണെന്ന് അറിയുന്നത്. പക്ഷെ അവൾക്ക് ഹീറോയെ കണ്ടത് എവിടെയോ കണ്ട് നല്ല പരിചയം. പക്ഷെ 6 വർഷം കഴിഞ്ഞു. എന്നിട്ട് കുട്ടിയോട് അവരുടെ വയസ്സ് ചോദിക്കുമ്പോൾ അവൾക്ക് 5 വയസ്സുണ്ട്. ഇപ്പോൾ അവളുടെ കുട്ടികളുണ്ടായിരുന്നെങ്കിൽ 5 വയസ്സായരെ. അന്ന് ഹോസ്പിറ്റലിൽ പ്രസവം കഴിഞ്ഞ് അവൾ കുഞ്ഞിനെ അന്വേഷിക്കുമ്പോൾ നേഴ്സ് പറഞ്ഞത് 2 ഇരട്ടക്കുട്ടികൾ മരിച്ചു എന്നതാണ്. സത്യത്തിൽ അവളുടെ കുട്ടികൾ മരിച്ചിട്ടില്ല. ഈ നേഴ്സാണ് കുട്ടികളെ അവളുടെ രണ്ടാനമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചത്. അതിനവർ നേഴ്സിന് ക്യാഷൊക്കെ നൽകിയിരുന്നു. ഇവിടെ പിള്ളേർ അവളോട് അച്ഛനെ വിവാഹം കഴിക്കാനായിട്ട് പറയുകയാണ്. അച്ഛനെ വിവാഹം കഴിച്ചാൽ അമ്മ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ആരും അമ്മയെ ശല്യപ്പെടുത്താൻ പോലും വരില്ല, ഞങ്ങൾ കോടീശ്വരന്മാരാണെന്ന് പറയുമ്പോൾ ഇവൾ ക്യാഷിന് വേണ്ടി എന്തും കാട്ടുന്ന ആളാണെന്ന് കരുതി ഹീറോ അവർ പറയുന്നതൊന്നും കേൾക്കരുത്. ഇവരെ നോക്കുന്നത് കഷ്ടപ്പെട്ടാണ്. പിള്ളേർ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ അവൾ അവരെ സ്വന്തം മക്കളെ കണ്ട്, നമ്മൾ വിവാഹിതരായ ശേഷം കുട്ടികൾക്ക് നല്ലൊരു ജീവിതം നൽകാൻ എനിക്ക് നിങ്ങളെ സഹായിക്കാനാകും. അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പിള്ളേർ കരഞ്ഞു തകർത്ത് അഭിനയമാകും. സോ അവസാനം ഹീറോ സമ്മതിക്കുന്നു. എന്നിട്ട് അവർ വിവാഹം രജിസ്റ്റർ ചെയ്യുകയാണ്. എല്ലാം കഴിഞ്ഞിറങ്ങിയതും അവൾക്കൊരു കോൾ വരുന്നു. അവളെ കെട്ടാനിരുന്ന കിളവനാണ്. അവൾക്ക് അയാൾ 2 ഓപ്ഷൻ കൊടുത്തു. ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ എന്നെ നേരിട്ട് കാണാൻ വരൂ, അല്ലെങ്കിൽ ഞാൻ തന്ന 5 മില്യൺ തിരിച്ചു തരണം. അതിന് 5 കോടിയല്ലേന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പാറി നിൽക്കുമ്പോൾ അതുമാത്രം കേട്ട ഹീറോ അവൾ ഒരാൾക്ക് 5 ലക്ഷം കബളിപ്പിച്ച് പറ്റിച്ച് നടക്കുകയാണ്. അവൾ ഭയങ്കര കള്ളിയാണെന്ന് മനസ്സിൽ പറയുന്നു. എന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അവൾ കണ്ടെത്തിയാൽ എല്ലാം തകരും. എനിക്കൊന്നല്ലല്ലോ ക്യാഷ് തന്നത്, കൊടുത്തവരിൽ നിന്ന് പോയി വാങ്ങാനെന്ന് പറഞ്ഞ് അവൾ മാറിയപ്പോൾ അവിടെ തന്നെ അവളെ ഫോളോ ചെയ്തു വന്ന ആ കിളവനും ആൾക്കാരെത്തി അവളെ പിടികൂടുകയാണ്. ഇവിടെ ഹീറോ കുട്ടികളോട് അവളെ കല്യാണം കഴിച്ചതിൽ നിങ്ങൾക്ക് വാക്ക് തന്നു, അതുപോലെ എനിക്ക് നിങ്ങൾ ഉറപ്പ് നൽകണം. നമ്മുടെ കയ്യിൽ ക്യാഷുള്ള കാര്യമൊന്നും അവൾ അറിയരുത്. അവൾ ചിലപ്പോൾ ക്യാഷിന് വേണ്ടിയാണെങ്കിലോ എന്നെ കിട്ടിയത്. അപ്പോൾ കുട്ടികൾ അമ്മയുടെ സൗണ്ട് കേട്ട് അമ്മ അപകടത്തിലാണെന്ന് തോന്നുന്നു. അവർ വിഷയം മാറ്റേണെന്ന് ഹീറോ കരുതുകയാണ്. ഇവിടെ ഇവർ അവളെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവൾ നിങ്ങളുടെ മുൻ ഭാര്യയുമായി ഹോട്ടലിൽ പ്രശ്നമുണ്ടാക്കിയില്ലേ, പോലീസിന് കണ്ടെത്താൻ കഴിയാത്തത് ആ രാത്രി ദൃശ്യങ്ങൾ എൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞ് കാട്ടുമ്പോൾ അയാളൊന്ന് പേടിക്കുന്നുണ്ട്. അത് കിട്ടിയത് അവൾ ആ രാത്രിയിലെ അതേ ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ആയിരുന്നു വർക്ക് ചെയ്തത്. യാദൃച്ഛികമായി ഡ്യൂട്ടി ഇരുന്നപ്പോഴാണ് ഈ ക്യാമറ ദൃശ്യം അവൾ കണ്ടത്. അങ്ങനെയാണ് ഇത് കിട്ടിയത്. സോ വീഡിയോ പുറത്തിറങ്ങിയാൽ അയാളുടെ ഭാര്യയെ കൊന്നതിൽ അയാൾ ജയിലിലേക്ക് തന്നെ പോകും. അതും പേടിച്ചിപ്പോൾ അയാൾ അവൾക്കൊരു ഡീൽ വയ്ക്കുന്നു. ഇത് പുറത്തു വരാതിരിക്കാനായിട്ട് അവൾ ചോദിക്കുന്ന ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞ് കൈ കൊടുത്ത് തീർപ്പാക്കുകയാണ്. അവളെ അന്വേഷിച്ച് വന്ന ഹീറോ ഇത് കാണുമ്പോൾ ഉടനെ അവളുടെ ഫോട്ടോ അയച്ച് അസിസ്റ്റന്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോഴാണ് അവൾ ഹീറോയെ കാണുന്നത്. ഉടനെ തന്നെ ഹീറോയുടെ അടുത്തേക്ക് ഓടി അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അന്നേരം ഹീറോ അയച്ച ആളെക്കുറിച്ച് ഡീറ്റെയിൽ കിട്ടുകയാണ്. അയാൾ ആ നാട്ടിലെ ഒരു വൃത്തികെട്ട കിളവനാണ്. എന്നാൽ ഹീറോൻ വർക്ക് ചെയ്യുന്ന ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, അതും ഒരു പെണ്ണിന് വേണ്ടി. കുട്ടികളെ കണ്ട സന്തോഷത്തിൽ അവർ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറുകയാണ്. കയറിയത് ഒരു ലക്ഷറി ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആകും. അവൾ വില കൂടിയ ഐറ്റമൊക്കെ വാങ്ങുമെന്ന് ഹീറോ ചിന്തിക്കുമ്പോൾ അവൾ ഹീറോയോടൊന്നും തോന്നരുത്, വലിയ കടയിൽ കയറിയതിന് അവരുടെ അമ്മയായ എനിക്ക് ഇവർക്ക് ബെറ്ററായിട്ട് എന്തെങ്കിലും കൊടുക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. തന്ത്രങ്ങൾ മേനയാൻ മിടുക്കി തന്നെയെന്ന് ഹീറോ ചിന്തിക്കുമ്പോൾ അവൾ ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്കുമ്പോൾ നല്ല റേറ്റ് ആകും. സോ അവൾക്ക് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞ് വില കുറഞ്ഞത് ഓർഡർ ചെയ്തു. അപ്പോൾ ഹീറോ അന്വേഷിക്കുന്ന പെൺകുട്ടിയാണോ ഇവളെന്ന് കരുതി 6 വർഷം മുമ്പ് എവിടെയായിരുന്നെന്ന് ചോദിക്കുന്നു. ഇവിടെ അല്ല എന്നാണ് അവൾ പറയുന്നത്. എന്നിട്ട് അവൾ ഹീറോയോട് വാഷ്റൂമിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയപ്പോൾ അവൾ റിസപ്ഷനിലേക്കാണ് പോയത്. വേറൊന്നുമല്ല, ഫുഡിന്റെ ക്യാഷ് അടയ്ക്കാനാണ്. പക്ഷെ ഇപ്പോൾ കഴിച്ച ഫുഡിന്റെ ക്യാഷ് അവിടെ കാർഡിലില്ല. അതിനാൽ അവൾ ഹീറോയുടെ അടുത്തേക്ക് പോയി കുറച്ച് ക്യാഷ് ചോദിച്ചു. കുറുക്കൻ
തൻ്റെ വാല് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. കയ്യിൽ ഫോണുമില്ല, വാലറ്റുമില്ല എന്ന് ചിന്തിച്ച് തൻ്റെ കയ്യിൽ ഫോണുമില്ല, ക്യാഷുമില്ല. ക്യാഷ് ഇല്ലാത്തതിനാൽ വെയിറ്റർ അവളെ ക്യാഷ് ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ് അപമാനിക്കുകയാണ്. അതിനാൽ അവളുടെ ഫുഡ് മാത്രം ക്യാൻസൽ ചെയ്തു. പക്ഷെ പിള്ളേർ അടങ്ങിയില്ല. അവരുടെ അമ്മയെ അപമാനിക്കുമ്പോൾ അവർ അറിയാതെ തന്നെ ഈ റെസ്റ്റോറന്റ് മുഴുവൻ എൻ്റെ അച്ഛൻ്റെതാണ്. പ്രശ്നം ഗുരുതരമായപ്പോൾ ഉടനെ തന്നെ അവർ മാനേജറെ വിളിച്ചു വരുത്തി. എന്നാൽ മാനേജർ വന്നതും ഹീറോയെ കണ്ടപാടെ ഷോക്കായി മിസ്റ്റർ ഗു എന്ന് വിളിച്ചു. പക്ഷെ അന്നേരം അവളുടെ ശ്രദ്ധ അവിടെയുണ്ടായ പോസ്റ്ററിലായതുകൊണ്ട് തന്നെ രക്ഷപ്പെടുകയാണ്. പോസ്റ്ററിൽ 3 മിനിറ്റിനുള്ളിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് 8 സ്കോർ കിട്ടിയാൽ ഇവർ വാങ്ങുന്ന ഫുഡിന് 50% ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇത് കേട്ടപാട് അവൾ ഹീറോയും പിള്ളേരെയും കൂട്ടി ഗെയിം കളിക്കാൻ പങ്കെടുത്തു. എന്നാൽ പകുതി എത്തുമ്പോൾ ഹീറോയ്ക്ക് പ്രാന്തായി. നീയാണ് എല്ലാം വഷളാക്കുന്നതെന്ന് പറഞ്ഞ് അവളുടെ മുടി നാഴി പറിച്ചെടുക്കുകയാണ്. 6 വർഷം മുന്നേ കണ്ട ലേഡി ഇവൾ തന്നെയാണോ എന്നറിയാൻ. എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. ഇവിടെ ഇവർ 3 മിനിറ്റിനുള്ളിൽ ഗെയിം അവസാനിപ്പിച്ചു. അവർ വാങ്ങുന്ന ഫുഡ് ഇനി 50% ഓഫർ കിട്ടി. ശേഷം അവൾ അവളെക്കുറിച്ച് ഹീറോയോട് പറയുന്നു. അവൾ റിസപ്ഷനിസ്റ്റാണ് വർക്ക് ചെയ്യുന്നത്. മാസം 3500 സാലറി ഉണ്ട്. ഹീറോയുടെ ബിഹേവിയർ കാണുമ്പോൾ അവൾ എക്സിക്യൂട്ടീവ് ആണെന്ന് ചോദിച്ചു. പക്ഷേ ഹീറോയ്ക്ക് അവളെക്കാട്ട് കുറഞ്ഞ സാലറിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും അവൾക്ക് രാത്രി വർക്കുണ്ടെന്ന് പറഞ്ഞ് മാനേജറിൽ നിന്ന് കോളിരുന്നു. പോകുന്നതിന് മുന്നേ ഇവിടെയാണ് താമസിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ വാടകയ്ക്കാണ്. അതിനാൽ അവൾ അവളുടെ വീട്ടിലേക്ക് തന്നെ മാറാൻ ആവശ്യപ്പെട്ടു. ആ കിളവൻ ഇപ്പോൾ അതേ ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തത്. സോ ഹീറോ അവളെ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ അവൾ വർക്കിങ്ങിന് കയറുകയാണ്. ആ കിളവൻ അവൾക്ക് കോൾ ചെയ്ത് റൂമിലേക്ക് ഡ്രിങ്കും ഫുഡും കൊണ്ടുവരാനായി ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അയാൾ അവളെ ഉപദ്രവിക്കാനായിട്ട് എല്ലാ തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഈ കുട്ടികൾ ഇത് കാണുകയും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, നല്ലത് അയാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അവർ ഉടനെ തന്നെ അവരുടെ ആൾക്കാരെ ഞങ്ങളെ ഗുണ്ടകൾ ആക്രമിക്കുന്നു പറഞ്ഞ് വിളിച്ചു വരുത്തുന്നു. മിനിറ്റിനുള്ളിൽ ഹീറോയും ഹീറോയുടെ ആൾക്കാരും അതേ ഹോട്ടലെത്തുകയാണ്. ഹീറോ കരുതും അവൾ ക്യാഷിന് വേണ്ടി കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നതാണോ എന്നാണ്. ഇവിടെ ഇവൾ വിളിച്ച റൂമിലേക്ക് എത്തിയതും അവളെ കണ്ട ഹീറോയിനെ തന്നെ പിടിച്ചു മാറ്റി. പക്ഷേ ഹീറോയുടെ ആൾക്കാർ അയാളെ പുറത്തിറക്കി നല്ല കീറായിരിക്കും കൊടുക്കുന്നത്. ഹീറോയും അവളെ ഒരു റൂമിലേക്ക് കയറി വാതിലടിച്ചു. ഹീറോയ്ക്ക് അവളെ കാണുമ്പോഴൊക്കെ എവിടെ കണ്ട നല്ല മറന്ന മുഖപരിചയം. കുറച്ചു നേരം കഴിയുമ്പോൾ പിള്ളേർ തന്നെ അവരുള്ള റൂമിലെത്തുന്നു. അവർ അമ്മയെ മിസ് ചെയ്തുകൊണ്ടാണ് അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വന്നതെന്ന് പറയുകയാണ്. ശേഷം അവർ വീട്ടിലേക്ക് പോകുമ്പോൾ ഹീറോയുടെ ആൾക്കാർ അവരുടെ സുരക്ഷയ്ക്കായിട്ട് ഗാർഡ്സായിട്ട് വന്നു. പക്ഷെ ഇവരെ അടിക്കാനാകും വന്നെന്ന് കരുതി മുന്നിൽ നിന്നു. ഹീറോ പിന്നാലെ പോകാനായി പറയുമ്പോഴാണ് അവർ പോയത്. എന്താണ് സംഭവിക്കുന്നത് പോലും അവൾക്ക് മനസ്സിലായില്ല. പിന്നീട് അവർ പോകുമ്പോൾ അസിസ്റ്റന്റ് അവൾ കാണാതെ ഹീറോയ്ക്ക് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കൊടുത്തു. പക്ഷെ ഹീറോ ഉദ്ദേശിച്ച ആളല്ല എന്ന് തെളിയുകയാണ്. 6 വർഷമായി അവനോടൊപ്പം റൂമിലുണ്ടായ ആ ലേഡിയെക്കുറിച്ച് ഇപ്പോഴും ഹീറോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിൽ അത്തരം പ്രശ്നമുണ്ടായതിനാൽ അവൾ നിൽക്കുന്ന ഹോസ്റ്റലിൽ പോയില്ല. ഹീറോയുടെ വീട്ടിലായിരിക്കും പോയത്. ഹീറോയുടെ വാടക വീട്ടിൽ. പക്ഷെ വീട് കാണുമ്പോൾ അവൾക്ക് വലിയ വീടായിട്ടാണ് തോന്നുന്നത്. ചെറിയ വീടാണെന്ന് അസിസ്റ്റന്റിനോട് എടുക്കാൻ പറഞ്ഞിട്ട് അസിസ്റ്റന്റ് ഇത്രയും വലിയ വീടായിരിക്കും വാങ്ങിച്ചത്. അപ്പോൾ റെന്റ് നല്ലോണം ആവില്ലെന്ന് അവൾ ചോദിക്കുമ്പോൾ ഹീറോ അവളെ വിശ്വസിപ്പിക്കാനായിട്ട് ഈ അപ്പാർട്ട്മെന്റ് എനിക്ക് വാടകയ്ക്ക് കൊടുത്തത് ഒരു അകന്ന ബന്ധുവാണ്. 2 കുട്ടികളുള്ള ഒരു സിംഗിൾ ഡാഡിയാണ് ഞാൻ എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സഹതാപം തോന്നി. അതുകൊണ്ട് മാസം വിലക്കുറവിലാണ് ഈ വീട് കിട്ടിയത്. ഇത് കേട്ടതും അവൾക്ക് ആശ്വാസമായി. എന്നാലും അവൾക്ക് ആ വീട് ഒത്തിരി ബോധിച്ചു. വീടിന്റെ ഇന്റീരിയർ ഡിസൈനർക്ക് കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണുമ്പോൾ ഹീറോ കരുതും അവൾ ഇന്റീരിയർ ഡിസൈൻ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ കുറച്ചൊക്കെ അറിയാമെന്ന് പറയുകയാണ്. ശേഷം പിള്ളേർക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞതിനാൽ ഹീറോ ഫ്രിഡ്ജിലൊന്നും കാണില്ല, പോയി വാങ്ങാമെന്ന് പുറപ്പെട്ടപ്പോൾ ഹീറോൻ ഫ്രിഡ്ജ് ഒന്ന് തുറന്നതും വീട്ടിലേക്കുള്ള എല്ലാ സാധനവും ഉണ്ടാകും. അസിസ്റ്റന്റ് ആകും അതൊക്കെ വാങ്ങിച്ചു വെച്ചത്. അതും പാവപ്പെട്ടവർ കഴിക്കാത്ത സാധനങ്ങളാണ്. ഇതൊക്കെ കഴിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ബന്ധു തന്നെയാണ് വാങ്ങിച്ചു വെച്ചത്. ഇവിടെ കുട്ടികൾ ഉള്ളത് കൊണ്ട് അവർ തരുന്നതാണെന്ന് പറഞ്ഞ് തടി തപ്പി. അവൾക്ക് മക്കളോടുള്ള സ്നേഹം കാണുമ്പോൾ കുട്ടികളുടെ കൂടെ DNA ടെസ്റ്റ് ചെയ്യാൻ ഒരു ഐഡിയ ഹീറോയ്ക്ക് ഉദിച്ചു വരുന്നു. അവളെ കൊണ്ടുവന്ന പരിഭ്രാന്തൻ ഹീറോ റൂമിന് പകരം സ്റ്റോർ റൂമൊക്കെയാണ് കാട്ടുന്നത്. പിന്നീട് പിള്ളേരൊക്കെ അവളെയും ഹീറോയെ ഒന്നിപ്പിക്കാൻ റൂമിൻ്റെ അടയാളങ്ങളൊക്കെ മാറ്റി ഹീറോയിൻ്റെ റൂമിലാകും ഹീറോ കിടക്കുന്നത്. രാവിലെ ആകുമ്പോഴാണ് ഹീറോ കിടന്നത് അവിടെ റൂമിലാണെന്ന് അറിയുന്നത്. എന്നാൽ അവളെ കിടക്കിൽ കാണുമ്പോൾ അന്ന് റൂമിൽ കണ്ട ലേഡിയെ പോലെ തോന്നിപ്പോയി. പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചു. ഞെട്ടി എഴുന്നേറ്റ് ഹീറോ ആണെന്ന് പോലും അറിയാതെ അവന് തലോണം കൊണ്ട് അടിക്കുകയാണ്. പിന്നീടാണ് അറിയുന്നത് ഇതൊക്കെ കുട്ടികൾ ചെയ്ത പണിയാണെന്ന്. അപ്പോൾ അവളുടെ ഫ്രണ്ട് വിളിക്കുന്നു. വീട്ടിൽ ആരൊക്കെ വന്ന് എല്ലാം അലങ്കോലമാക്കി ഇട്ടിരിക്കുന്നു. അതിനാൽ അവൾ വേഗം പോവുകയാണ്. അവൾക്ക് മനസ്സിലായി അമ്മയ്ക്ക് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നെന്ന്. ഹീറോയിൻ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തുമ്പോൾ ആരോ രാത്രി വന്ന് എല്ലാം അലങ്കോലമാക്കി ഇട്ടിരിക്കുകയാണ്. അത് ചെയ്തത് വേറെ ആരില്ല, കിളവന്റെ ആൾക്കാരാകും. അതാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ആളെ പിടുത്തം കിട്ടി. സോ അവളോട് നീ ഇവിടെ പാരന്റ്സിനൊപ്പം നിൽക്ക്, അതാണ് നല്ലത്. അപ്പോൾ നീ എവിടെ നിൽക്കുന്നു ചോദിക്കുമ്പോൾ അവളും പറയാൻ മറന്നുപോയെന്ന് പറഞ്ഞ് അവളുടെ കല്യാണം കഴിഞ്ഞ കാര്യം അറിയിച്ചു. കെട്ടിയ ആളെ കുറിച്ച് കേട്ടപ്പോൾ അയ്യോ ഇത്രയും പാവപ്പെട്ടവനോ, അത് 2 കുട്ടിയുടെ അച്ഛനെ. പക്ഷെ അവൾക്ക് ക്യാഷൊന്നും പ്രധാനമല്ല, സമാധാനമാണ്. എന്നിട്ട് കുട്ടിയുടെ ഫോട്ടോയൊക്കെ കാണിക്കുമ്പോൾ 2 പേരും അവളെ പോലെ ഉണ്ടെന്ന് ഫ്രണ്ട് പറയുന്നു. അവിടെ കുട്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ തന്നെ ഉണ്ടായിരുന്നേനെ. അന്ന് കണ്ട ആളെ അവൾക്ക് ഓർമ്മയില്ല.
അന്ന് അവൾക്ക് ആരോ മയക്കുമരുന്ന് കൊടുത്ത് കെണിയിൽപ്പെടുത്തിയതാണ്. അതിനുള്ള തെളിവുമില്ല. പക്ഷെ അതെന്റെ പ്രിയപ്പെട്ട രണ്ടാനമ്മയും അനിയത്തിയായിരിക്കും. കഴിഞ്ഞത് പറഞ്ഞ് അവൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏതൊരു കാർ അവൾ ഇടിക്കാനായിട്ട് നോക്കി. ഭാഗ്യം കൊണ്ട് ഹീറോ അവൾ പിടിച്ചു മാറ്റുകയാണ്. ഇടിക്കാൻ നോക്കിയത് ആ കിളവനാകും. അവരവിടെ കാണുമ്പോൾ നിങ്ങൾ എന്താ ഇവിടെ? നിന്റെ പേടിക്കണ്ണാണ് വന്നത്, എന്താണ് പ്രശ്നം? അവളും അവളുടെ ഫ്രണ്ട് താമസിച്ചിരുന്ന പ്ലേസിൽ ആരെ കയറി അലങ്കോലമാക്കിയിട്ടിരിക്കുന്നു. അത് ഞാൻ കാരണമാണ്. എന്നിട്ട് അവൾക്ക് അനുഭവിക്കേണ്ട എല്ലാം തുറന്നു പറയുകയാണ് ഹീറോയിനോട്. ഹീറോ അവള് വെറുതെ തെറ്റിദ്ധരിച്ചെന്ന് മനസ്സിലാവുന്നത് ആ USB ഡ്രൈവിന് വേണ്ടിയിട്ടാണ് അവർ വന്നത്. ഇതുണ്ടെങ്കിൽ ഒരു ധൈര്യമായിരുന്നു. അത് അച്ഛൻ നോക്കിക്കോളാം, അമ്മ ഒന്നും കൊണ്ട് പേടിക്കേണ്ട എന്ന് പറയുമ്പോൾ ഹീറോ നല്ല ചീത്ത പറയുന്നു. എന്നാൽ ഹീറോ അവളുടെ വീട്ടിൽ പോകാനായി പറഞ്ഞിട്ട് അസിസ്റ്റന്റ് വിളിച്ച് ആ കിളവിനെ കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നു. അയാളുടെ മുൻ ഭാര്യയെക്കുറിച്ചും എല്ലാം അന്വേഷിച്ച് പറയുന്നു. എന്നാൽ ഇവർക്ക് ആ USB ID കിട്ടില്ല. സോ അവർ നേരെ അവരുടെ വീട്ടിലേക്ക് പോയി അച്ഛനെയും അമ്മയും അനിയത്തെയും ഭീഷണിപ്പെടുത്തി. അവളെ ഞങ്ങളെ ഏൽപ്പിച്ചില്ലെങ്കിൽ കുടുംബം മൊത്തം നശിപ്പിക്കുന്നു പറയുന്നു. അച്ഛൻ അവൾ കാരണമാണ് എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അനിയത്തി, അച്ഛ എനിക്ക് വിട്ടേക്ക്, ഞാനിത് നോക്കിക്കോളാം എന്ന് പറഞ്ഞു അവൾ ഹീറോയിനെ മാറ്റാൻ അവൾ ജോലി ചെയ്യുന്ന ഹോട്ടലിലെത്തി. റൂമിൽ ടൗൽ വേണമെന്ന് വിളിച്ചു പറയുകയാണ്. പക്ഷെ അതേ ദിവസം കുട്ടികൾ അവിടെ ഉണ്ടായി. ഹീറോയിൻ ടൗൽ റൂമിൽ കൊടുക്കാൻ പോയ നേരത്ത് ആ ലേഡി അവിടെ ലോക്കർ തുറന്ന് എന്നാൽ അതിനുള്ളൊരു ബൊക്ക കാണുകയാണ്. അത് പിള്ളേരാകും വെച്ചത്. അതും അവൾക്ക് സർപ്രൈസായിട്ട്. അവൾ അവളുടെ ഡയമണ്ട് മോതിരം അവിടെ വെച്ച് പോവുകയാണ്. പിന്നിൽ പിള്ളേർ ഇതൊക്കെ കാണുന്നുണ്ടായി. എന്നാൽ അവൾ പിള്ളേരെ അവിടെ നിന്ന് മാറ്റുകയാണ്. അവർ പോയ പിന്നാലെ അവനും തുറന്നു നോക്കുമ്പോൾ മോതിരം കാണുന്നു. ഇതവർ എന്തോ പണി ഒപ്പിക്കാൻ വേണ്ടിയാ തന്നെയാണ് ചെയ്തത്. ഉടനെ അച്ഛനെ വിളിച്ചു. മനുഷ്യൻ നിങ്ങളുടെ ഭാര്യ കൊടുക്കാൻ പോവുകയാണ്, വേഗം ഇങ്ങോട്ടേക്ക് വരാനായി പറയുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മോതിരം കാണാത്തതിന്റെ പേരിൽ മാനേജർ അവളെ റൂമിലേക്ക് വിളിച്ചു വരുത്തി. ഇവളാണിത് എടുത്തത്. 3 മില്യൺ തരാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞാൽ അവളെ ജോലിയിൽ നിന്ന് പുറത്താക്കാനാണ്. ഇവൾ തെളിവില്ലാത്ത അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിക്കരുത്. അവളും അവളുടെ ലോക്കർ പരിശോധിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞ് മാനേജർ ലോക്കറിന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി മക്കളമ്മയുടെ ലോക്കറിൽ ആരോ കൊണ്ടുവയ്ക്കുന്നതാണെന്ന് പറഞ്ഞ് അവളുടെ മോതിരം ഹീറോയിന് കൊടുത്തു. ആളുടെ ലുക്കൊക്കെ കേട്ടപ്പോൾ അത് അവളാണ് ചെയ്തതെന്ന് ഹീറോയിന് മനസ്സിലാക്കുകയാണ്. ഇവർ ലോക്കറൊക്കെ പരിശോധിക്കുമ്പോൾ അതിലൊന്നും കിട്ടുന്നില്ല. മോതിരം കാണാനില്ലെന്ന് കേട്ടപ്പോൾ അവളൊന്നും ഞെട്ടിപ്പോയി. ലോക്കറില്ലെങ്കിൽ അത് അവളുടെ കയ്യിൽ കാണും. ഞാൻ ക്യാഷുള്ള കുടുംബത്തിൽ നിന്നുള്ള പെണ്ണാണ് എന്ന് പറഞ്ഞ് ഹീറോയിനിട്ട് അപമാനിച്ച് അവളെ പിടികൂട്ടി. അപ്പോഴേക്കും കുട്ടികൾ ഓടിയെത്തുകയാണ്. ഹീറോയിനും നിന്റെ ബാഗും കൂടി ഒന്ന് നോക്ക്, അതിൽ കാണും. കാരണം അവർ പോകുന്നിടയിൽ ഹീറോയിൻ ആ മോതിരം അവളുടെ ബാഗിലിട്ടായിരുന്നു. അവളും ആ ബാഗ് നോക്കുമ്പോൾ അതിൽ തന്നെ കാണും ആ മോതിരം. ഇവിടെ ക്യാമറയ്ക്കുള്ളതാണ് തെളിവായി ഹീറോയിൻ മാനേജറിനോട് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസം വന്നു. പക്ഷെ ആ ഫൂട്ടേജ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതവൾ സെക്രട്ടറിയെ കൊണ്ട് ഡിലീറ്റ് ചെയ്താകും. മോതിരം കിട്ടിയില്ലേ, നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണ്, വിട്ടേരെന്ന് പറയുമ്പോൾ അവൾ അത് വിടാൻ തന്നെ ഉദ്ദേശമില്ല. അവരെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അല്ലെങ്കിൽ മറ്റൊന്ന് പേരിൽ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ ആ കിളവനെ ഇവളും ആൾക്കാരൊക്കെ ചേർന്ന് ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് അവൾ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അവനും പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ വന്നാൽ നിങ്ങൾ എന്തായാലും പുറത്താക്കുന്നു. പക്ഷെ ഇതൊന്നും ആരും കേട്ടില്ല. അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പോയപ്പോൾ അവിടേക്ക് ഹീറോ എത്തുകയാണ്. ഹീറോയുടെ അസിസ്റ്റന്റാണ് ആ ഹോട്ടൽ മാനേജ് ചെയ്യുന്നത്. പക്ഷെ ഇവർ ആർക്കും അറിയില്ല. മിസ്റ്റർ ഗുവിനെ കണ്ടിട്ടും പോലില്ല. അസിസ്റ്റന്റിനെ കുറിച്ചും മിസ്റ്റർ ഗുവിനെ കുറിച്ചും പൊക്കി പറയുമ്പോൾ ഹീറോ എന്നാൽ പിന്നെ അസിസ്റ്റന്റിനെ വിളിക്കാനായി പറഞ്ഞു. എന്നാൽ അസിസ്റ്റന്റിനെ വിളിക്കുന്നത് ഹീറോയുടെ മകനാണ്. വിളിച്ച മിനിറ്റിനുള്ളിൽ അസിസ്റ്റന്റ് അവിടെ എത്തി. എന്നാൽ ഹീറോ ആണ് മിസ്റ്റർ ഗുവെന്ന് അസിസ്റ്റന്റ് ഉൾപ്പെടുത്തില്ല. അസിസ്റ്റന്റ് കണ്ടപ്പാടെ ഹോട്ടൽ മാനേജർ നിങ്ങൾ എന്തിനാണ് വന്നത്? ഗോ ഗ്രൂപ്പിൽ നിന്നുള്ള പ്രസിഡന്റ് ഗുവിന്റെ ഉത്തരവനുസരിച്ച് മാനേജർ സ്ഥാനം നിങ്ങൾക്ക് ശരിയായ പ്രവർത്തനമാണോ? ഹീറോയിനെ വിട്ടയക്കാൻ സാറാണ് പറഞ്ഞത്. അവൾ ഡിലീറ്റ് ചെയ്ത എല്ലാ ഫുട്ടേജും അസിസ്റ്റന്റ് കാണിച്ചു കൊടുത്തു. ആ ലേഡിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഹീറോയിനാകെ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് ഹീറോ അസിസ്റ്റന്റിനെ പരിചയപ്പെടുത്തുന്നത് അവർ താമസിക്കുന്ന വീട് നൽകിയ ബന്ധുവാണെന്ന്. സോ അവൾ അസിസ്റ്റന്റ് കാല് പിടിച്ച് നന്ദി പറയുകയാണ് അങ്ങനെ ഒരു വീട് കിട്ടിയതിൽ. അങ്ങനെ എല്ലാ പ്രശ്നവും കഴിഞ്ഞപ്പോൾ അവൾക്കും കുട്ടികൾക്കും ഒരുപാട് സന്തോഷമായി. എന്നിരുന്നാലും ഒരു ക്യൂരിയോസിറ്റി, ഇവരുടെ അമ്മ ആയിട്ട് എന്നാണ് പിരിയാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ കുട്ടികളെ വളർത്താതെ ജനിപ്പിച്ചിട്ട് അമ്മെന്ന് വിളിക്കാൻ പെടാൻ അർഹതയില്ല. ഈ കഴിവ് കേട്ട സ്ത്രീയെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞ് ഹീറോ പോയി. ഇവിടെ ഇവർ അവരുടെ മകളെ പോലീസിലാക്കി വിവരം അറിഞ്ഞ് ഹീറോയിൻ അച്ഛനെ സ്വന്തം മകളെന്ന് പോലും നോക്കാതെ അയാൾ ഹീറോയുടെ 2 കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ആൾക്കാരെ സെറ്റാക്കി. ഇവിടെ ഇവൾ സ്കൂൾ കഴിഞ്ഞ് കുട്ടികൾക്ക് ഐസ്ക്രീം വാങ്ങാൻ കടയിൽ കയറിയ നേരത്താകും കുട്ടികളെ അച്ഛൻ പറഞ്ഞ് സെറ്റാക്കിയ ആൾക്കാർ തട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാൽ ആ ആൾക്കാർ ആ കിളവൻ്റെ ആൾക്കാരായിരിക്കും. ഉടനെ തന്നെ ഹീറോയെ വിളിച്ച് അറിയിക്കുകയാണ്. ആ കറക്റ്റ് ടൈമിലാണ് ആ കിളവൻ അവൾക്ക് വിളിക്കുന്നത്. എനിക്ക് വേണ്ടതെല്ലാം തന്നാൽ കുട്ടികളെ തരാം, പോലീസിനെ വിളിച്ചാൽ പിന്നെ കുട്ടികളെ കിട്ടിയില്ല. അതിനാൽ അവൾ ഇക്കാര്യം ഹീറോയോട് പറയാതാകും പോവുക. അവൾ അവിടെ എത്തിയെങ്കിലും കാണുന്നത് കുട്ടികൾ കെട്ടിയിരിക്കുന്നതാണ്. സാധനം തന്നാൽ പോകാം, ഇല്ലെങ്കിൽ ഇവരെ കത്തിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പക്ഷെ അത് അവൾ കൊണ്ടുവന്നില്ല. അത് കേട്ടതും അയാൾക്ക് ഒരുപാട് ദേഷ്യം വന്നു. ഒരു ദാക്ഷിണിയില്ലാതെ കുട്ടിയുടെ ഭാഗത്തേക്ക് തീയിട്ടു. ലൊക്കേഷൻ കണ്ടുപിടിച്ച ഹീറോയും അസിസ്റ്റന്റ് എത്തുമ്പോൾ അവിടെ മൊത്തം തീ പടരുകയാണ്. അസിസ്റ്റന്റ് ഹീറോയെ തടയുമെങ്കിലും ഹീറോ സമ്മതിച്ചില്ല. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഹീറോയിൻ തീക്കിടയിൽ 2 കുട്ടികളെ രക്ഷിച്ചു വരുന്നത്. എന്നാൽ പെട്ടെന്ന് അവരുടെ ബോധം പോവുകയാണ്. ശേഷം ഹോസ്പിറ്റലിലെത്തുമ്പോൾ ഹീറോയിനൊരു കുഴപ്പമില്ല. കുട്ടികൾക്കാണ് പ്രശ്നം, അവർക്ക് ബ്ലഡ് വേണം. അത് കിട്ടാൻ തന്നെ റെയറാണ്.
വേഗം തന്നെ കിട്ടാവുന്നിടത്തൊക്കെ വിളിച്ചു നോക്കി, പക്ഷെ കിട്ടില്ല. അവസാനം അസിസ്റ്റന്റ് ആളെ കിട്ടി. പക്ഷെ 3 പേരാണുള്ളത്. അതിലൊരാളാകും അവരുടെ അമ്മ. അതിനാൽ ഹീറോ അവരെ വേഗം കൊണ്ടുവരാനായിട്ട് പറയുമ്പോഴാണ് ഹീറോയിൻ അവരുടെ ബ്ലഡും തൻ്റെ ബ്ലഡും സെയിം ആണെന്ന്. ശേഷം ബ്ലഡൊക്കെ എടുക്കുമ്പോൾ നേഴ്സ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്വന്തം മക്കളാണെന്ന്. ഇവളും അല്ല എന്നാണ് പറയുന്നത്. ഇവളും അവരുടെ മക്കൾക്കായിട്ട് മറ്റൊരു വഴിയിലൂടെ അന്വേഷിക്കുന്നുണ്ട്. അന്നേരം ഫ്രണ്ടിനെ വിളിക്കുകയാണ്, ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ നെഗറ്റീവ് രക്തമാണല്ലോ, അവർ ഇനി എൻ്റെ മക്കളായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അത് വീണ്ടും പരിശോധിക്കേണ്ടതാണെന്ന് പറയുകയാണ്. തട്ടിക്കൊണ്ടുപോയ കിളവൻ മുൻഭാര്യയെ കൊന്നതിനുള്ള എല്ലാ തെളിവും ഇപ്പോൾ ഹീറോയുടെയും അസിസ്റ്റന്റ് കൈപ്പക്കുണ്ട്. ആ തെളിവ് വെച്ച് അയാളെയും അയാളുടെ ആൾക്കാരെയും സഹിതം കുടുക്കി. അയാളുടെ ഡാറ്റ എടുത്തപ്പോൾ അസിസ്റ്റന്റ് ഒരു കാര്യം കിട്ടുകയാണ്. 6 വർഷം മുൻപ് അവൾ ഹാച്ചിങ് ഡിസൈൻ പഠിച്ചതാണ്. ശേഷം ഹീറോയോട് പറഞ്ഞത് അവൾ ആ നാട്ടിൽ വന്നിട്ടില്ലെന്നാണ്. എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് ഹീറോയ്ക്ക് ഡൗട്ടായി. നേരെ ഹീറോയിനെ പോയി കാണുന്നു. അവൾ വിശ്രമിക്കാതെ കണ്ട ഹീറോ, നീ 2 പേർക്കും ബ്ലഡ് കൊടുത്തല്ലേ, നിന്റെ ബോഡി ടയേർഡാവും, റെസ്റ്റ് എടുക്കാനായി പറഞ്ഞു. എന്നിട്ട് ഹീറോ അവളോട്, നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, എല്ലാം മിസ്റ്റർ ഗുവിൻ്റെ അസിസ്റ്റന്റ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹീറോ എന്നിൽ നിന്ന് എന്തെങ്കിലും മറിക്കുന്നുണ്ടോ എന്ന് എടുത്ത് ചോദിക്കുന്നു. അവളും നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അന്ന് സംഭവിച്ചത് പറയണമെന്നുണ്ട്. 6 വർഷം മുമ്പ് എനിക്ക് അപ്രതീക്ഷിതമായി എന്തോന്ന് സംഭവിച്ചു. അന്ന് തൊട്ട് ഞാൻ ഈ കോളേജ് നിർത്തി, പിന്നീട് ഇങ്ങോട്ട് വരലും നിർത്തി. പിന്നീട് ഹീറോ ഒന്നും ചോദിച്ചില്ല. പുറത്തേക്ക് വന്ന് അസിസ്റ്റന്റിനോട് 6 വർഷം മുമ്പ് അവൾ ഹൈക്കിംഗ് വിട്ടുപോയി, അന്ന് അവൾ എന്താണ് ചെയ്തതെന്ന് ഉടനെ അന്വേഷിക്കാനായി പറയുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം ഹീറോയിനും ഫ്രണ്ടും കൂടി അവിടെ മക്കളെക്കുറിച്ച് അവൾ പ്രസവിച്ച ഹോസ്പിറ്റലിൽ എത്തുന്നു. കുട്ടിയുടെ ജനനരേഖയും മരണ സർട്ടിഫിക്കറ്റും ഉള്ള എല്ലാ സർട്ടിഫിക്കറ്റും അവൾക്ക് ഡോക്ടർ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഗർഭകാലത്ത് എല്ലാ പരിശോധനയും സാധാരണമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നത് രേഖകൾ പ്രകാരം പ്രസവ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾക്ക്. വയറ്റിൽ നിന്ന് വേഗം വെള്ളം പൊട്ടിപ്പോയപ്പോൾ കുഞ്ഞ് ജനിച്ചപ്പോൾ കരയാതിരുന്നത് മരണം സ്വാഭാവികമായിരുന്നു. ഇത് കേട്ടതും അവർ പോയി. പിന്നാലെ ഒരു ലേഡി വന്ന്, നന്നായി ചെയ്തത്, നാളെ മുതൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അസിസ്റ്റൻ്റായിട്ട് കയറാമെന്ന് പറഞ്ഞു. സത്യത്തിൽ ആ ഡോക്ടർ ഇവർക്ക് കാണിച്ചതൊക്കെ ഫേക്ക് റിപ്പോർട്ടാണ്. ഹീറോ 6 വർഷം മുന്നേ എന്താണ് നടന്നതെന്ന് അന്വേഷിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് ആ ലേഡിയുടെ അസിസ്റ്റന്റ് പറയുമ്പോൾ അവനും ഒരു തുമ്പ് പോലും കിട്ടരുത് എന്നാണ് ഇവർ പറയുന്നത്. ആരാണെന്ന് ഇവർ എന്ന് പോലും ഇപ്പോൾ അറിയില്ല. ഹീറോയിൻ്റെ 2 കുഞ്ഞുങ്ങളെ ദൈവം എടുത്തപ്പോൾ ദൈവമായിട്ടാണ് അവൾക്കിപ്പോൾ 2 കുട്ടികളെ കിട്ടിയത്. ഹീറോയിൻ ജോലിക്ക് പോകണമെന്ന് കേട്ടപ്പോൾ ഇനിയും ആരെങ്കിലും വരുമോ എന്ന് പേടി കുട്ടികൾക്കുണ്ട്. സോ അവളോട് ഇനി തൊട്ട് ജോലിക്ക് പോകണ്ടെന്ന് പറയുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഹീറോയ്ക്ക് അവനിത് സന്തോഷമാവുകയും തൻ്റെ മക്കളെ നോക്കുന്ന നല്ലൊരാളാണ് അവന് കിട്ടിയത്. അതിനാൽ ഹീറോ റിയൽ ആയിട്ടുള്ള ഐഡന്റിറ്റി അവളോട് തുറന്നു പറയാൻ തീരുമാനിച്ച് പോയി പറയാൻ പോകുമ്പോൾ അവൾ ഹീറോയിനോട്, മക്കളുടെ കാര്യം നോക്കാൻ ഞാനിപ്പോൾ പോകുന്ന ജോലി നിർത്താൻ പോവുകയാണ്. അപ്പോൾ ഹീറോ എന്നാൽ പിന്നെ ഇന്റീരിയർ ഡിസൈൻ ജോലി നോക്കാൻ പറഞ്ഞു. പക്ഷെ അവൾ പഠിത്തം പൂർത്തിയാക്കിയിട്ടില്ല. അതിനാൽ ഹീറോ അവൻ്റെ കമ്പനിയായ ഗ്രൂപ്പിൽ കയറാൻ പറഞ്ഞപ്പോൾ അവിടെയുള്ള പഠിത്തമൊക്കെ കഴിഞ്ഞ് ബുദ്ധിയുള്ളവരാണ്. അതിനാൽ ഹീറോ അസിസ്റ്റന്റ് കണ്ട് ഉടനെ തന്നെ പഠിത്തം പൂർത്തിയാക്കാത്തവർക്ക് ജോലി അവസരം കൊടുക്കുന്നുള്ള ന്യൂസ് നൽകി. കൂടാതെ ഹീറോയിന് ജോലിക്കായിട്ട് വരാൻ പറഞ്ഞ് കോൾ ചെയ്യാൻ പറഞ്ഞ് ഇവിടേക്ക് സെറ്റാക്കി. രാത്രി ആയതും അവളുടെ ഫോണിലേക്ക് മെസ്സേജ് അവൾക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞ്, അതും മിസ്റ്റർ ഗുവിൻ്റെ കമ്പനിയിൽ. അവൾക്കും ഒരുപാട് ഹാപ്പിയായി. ഹീറോയോട് പറയുമ്പോൾ ഹീറോയ്ക്കും ഒരുപാട് ഹാപ്പി ആവുകയാണ്. അതേസമയം ഹീറോയിനെ ഡിസൈൻ ഗ്രൂപ്പിലേക്ക് മാറ്റി എന്ന് ആ ലേഡി അറിയുന്നു. അതിനാൽ അവർ ഉടനെ തന്നെ അതേ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവിടെ അനിയത്തിയെ കയറ്റാനായിട്ട് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിൻ ജോലിക്ക് പോകാൻ നേരത്ത് ഹീറോ അസിസ്റ്റന്റിനെ കൊണ്ട് വിളിച്ചു വരുത്തിയിട്ടാകും അവൾ ഓഫീസിലെത്തിക്കുക. അവിടെ തന്നെ അവിടെ അനിയത്തി കാണാം. ഹീറോയിനെ കണ്ടതും, അല്ല നീ എന്താണ് ഇവിടെ? യൂണിവേഴ്സിറ്റി പഠിച്ച എനിക്ക് ഈ ജോലി കിട്ടിയത് തന്നെ ഇത്രയും പഠിച്ചിട്ടാണ്. നീ സ്കൂൾ വരെ പോയിട്ടല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് ഈ ജോലി കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അനിയത്തി അവളുടെ തലയിൽ കയറുന്നത് കണ്ട് ഹീറോയിൻ അവിടെ അടുത്തേക്ക് പോയി, കഴിഞ്ഞ തവണ പോലീസ് നിന്നെ പിടിച്ചുകൊണ്ട് പോയതല്ലേ, ഞാനതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് ഇവിടെ പറഞ്ഞാൽ നിനക്കാണ് പ്രശ്നം, നീ നിന്റെ കാര്യം നോക്കിയിരിക്കുമെന്ന് പറഞ്ഞ് അവളുടെ വാ പൊട്ടിച്ചെടുത്തി. ഇവിടെ പിള്ളേരൊക്കെ ഹീറോയിൻ്റെ മുത്തശ്ശിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ കാണുന്ന ലേഡി ഉണ്ടാകും. ആ ലേഡി ഹീറോയുടെ മുറപ്പെണ്ണാണ്. അവർ കുട്ടികളെ കയ്യിലെടുക്കാൻ നോക്കുമ്പോൾ കുട്ടികൾ ഹീറോയിന് മെസ്സേജ് അയക്കുമ്പോൾ മുത്തശ്ശി കരുതും, 6 വർഷം തിരിഞ്ഞു നോക്കാത്ത അമ്മ എത്തിയോ, എന്തിനാകും അവർ എന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെ വിളിക്കരുതെന്ന്. അപ്പോഴാണ് മുത്തശ്ശി അറിയുന്നത് ഹീറോയുടെ കല്യാണം കഴിഞ്ഞെന്നുള്ളത്. അപ്പോൾ ആ ലേഡി മനഃപൂർവ്വം മുത്തശ്ശിയുടെ മനസ്സ് മാറ്റാനായി, കുട്ടികൾ ഇത്രയും നാളും ഞാനാണ് നോക്കിയത്, അതൊരു അമ്മയെ പോലെ. ഇത് കേട്ടപ്പോൾ അവൻ എങ്ങനെയാണ് പെട്ടെന്ന് വിവാഹം കഴിച്ചത്, മാത്രമല്ല അവൻ അത് എന്നിൽ നിന്ന് മറച്ചുവെച്ചെന്ന് പറഞ്ഞ് ഉടനെ ഹീറോയുടെ അസിസ്റ്റന്റ് വിളിച്ചു. ഹീറോ വിവാഹം കഴിഞ്ഞ സ്ത്രീ ആരാണെന്ന് അറിയണം, പറഞ്ഞില്ലെങ്കിൽ ഞാനായിട്ട് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അസിസ്റ്റന്റ് ഹീറോയിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുത്തു. എന്നാൽ മുത്തശ്ശി അവളെ കാണാനായി പോകുന്നത് ഒരു വേലക്കാരുടെ വേഷത്തിലാകും. കമ്പനിയിലെത്തിയ മുത്തശ്ശി ഹീറോയിൻ അന്വേഷിക്കുമ്പോൾ റിസപ്ഷനിസ്റ്റ് പേര് മാറി ഹീറോയിൻ്റെ അനിയത്തിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. നീയാണോ സിങ്സി എന്ന് ചോദിക്കുമ്പോൾ അവളും അതെ, അവൾക്ക് കിട്ടുന്ന എന്തും ഞാൻ
തട്ടിയെടുക്കുമെന്ന് ചിന്തിച്ച് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനാണ് ഞാൻ വന്നത്. ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ വിലക്കുറവാകും മുത്തശ്ശി പറയുക. വിലക്കുറവിൽ ഞാനൊന്നും എടുക്കില്ല. എൻ്റെ ക്ലയൻറ്റിന് മില്യനെങ്കിലും വേണം. നിങ്ങളുടെ നക്കാപ്പിച്ച ക്യാഷൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവൾ പോയി. ഇങ്ങനെ ഒരുത്തിയാണ് അവൻ കെട്ടിയെന്ന് പറഞ്ഞ് മുത്തശ്ശി ഉടനെ കമ്പനിയിൽ വിളിച്ച് ഇന്ന ആളെ ഉടനെ ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റാനായി പറഞ്ഞു. അതേസമയം ഹീറോയിൻ ആകെ വിഷമത്തിലാണ്. അവൾക്ക് ചെറിയ ചെറിയ ജോലികളാണ് കൊടുക്കുന്നത്. അതിന് കിട്ടുന്ന ശമ്പളം തുച്ഛം. അതിൻ്റെ വിഷമത്തിലിരുന്ന് അവൾ വല്ലതും കഴിക്കാനായി പോകുമ്പോഴാണ് മുത്തശ്ശി അതേ ഇടത്തിൽ വന്നിരിക്കുന്നത്. മുത്തശ്ശി ആകെ വിയർക്കുന്നതൊക്കെ കണ്ട് ഹീറോയിൻ ലഞ്ച് ടൈം ആയതുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി ഇതെടുത്തോ, ക്ഷീണം കാണില്ലേ, ഈ പ്രായത്തിൽ കഴിക്കാതെ ഇരുന്നാൽ അത്ര നല്ലതല്ല. എവിടെയാണ് വർക്ക് ചെയ്തതെന്ന് അവിടെ തന്നെയാണ് വർക്ക് ചെയ്തെന്ന് അറിയുമ്പോഴാണ് ഡിസൈനറാണെന്ന് അറിയുന്നത്. അവൾ പുതിയതായിട്ട് ഇന്റേണായിട്ടാണ് വന്നത്. അവരെന്നെയും കൊണ്ട് വീട്ടു ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. അവൾക്ക് പരാതിപ്പെടാനും കഴിയില്ല. ഈ ജോലി നഷ്ടപ്പെട്ടാൽ വാടകയും ക്രെഡിറ്റ് കാർഡ് ബില്ലും എങ്ങനെ അടിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ പേര് ചോദിക്കുമ്പോഴാണ് ആള് മാറിയ കാര്യം മുത്തശ്ശി അറിയുന്നത്. സോ അവൾക്ക് സഹായമാകാൻ മുത്തശ്ശി ഞാനൊരു ഇന്ത്യ ഡിസൈനെ അന്വേഷിക്കുകയാണ്, എൻ്റെ കയ്യിൽ കുറഞ്ഞ ക്യാഷും കൊണ്ട് ചെയ്തു തരും ചോദിക്കുമ്പോൾ അത് അവൾക്ക് വലിയ കാര്യമായി. മുത്തശ്ശിക്കുട്ടി ഓഫീസിലേക്ക് പോയി. അകത്ത് ചെന്നപ്പോൾ അവിടെ എത്തി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുന്നു. അവളെ മുത്തശ്ശി ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റിയല്ലോ. 50,000 രൂപ വാങ്ങി നീ എവിടെയും എത്താൻ പോണില്ല. ആര് പറഞ്ഞു 50,000? 50 മില്യനാണ് കൊടുക്കാൻ പോകുന്നത്. ഇനിയും ക്യാഷ് വേണമെങ്കിൽ അത് ഞാൻ തരും. ഹീറോയിനാണെന്ന് കരുതി അവളെ ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റിയെന്ന് ഹീറോ അറിയുന്നു. മുത്തശ്ശിയാണ് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ അവളുടെ കമ്മിലേക്കോടി. ഇത്രയും വലിയ പ്രൊജക്റ്റ് അവൾക്ക് കിട്ടിയതിൽ ഒരുപാട് പേരിൽ നിന്ന് പ്രശംസ കിട്ടിയെങ്കിലും അവൾക്ക് റിഗ്രറ്റാണ് അടിക്കുന്നത്. എന്നാൽ പിന്നെ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്യാമെന്ന് ഹീറോ പറയുമ്പോൾ പിന്നെ ഇത്രയും വലിയ പ്രൊജക്റ്റ് കിട്ടിയിട്ടാണോ ക്യാൻസൽ ചെയ്യുന്നത്? ആ മുത്തശ്ശി ചെയർമാൻ ഗുവിൻ്റെ മുത്തശ്ശിയാണ്. അതിന് മിസ്റ്റർ ഗുവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ അവൾക്ക് മിസ്റ്റർ ഗുവിന് ഒട്ടും ഇഷ്ടമല്ലാത്രേ. ശേഷം അവളെക്കുറിച്ച് അന്വേഷണം എന്തായെന്ന് വിളിച്ചു ചോദിക്കുകയാണ് ഹീറോ. 6 വർഷം മുമ്പ് അവൾ ഹുവാങ് വിട്ട് ചിങ്ചിങ്ങിലേക്ക് പോയി ഒരു വീട് വാടകയ്ക്ക് എടുത്തു. സാമൂഹ്യ സമ്പർക്കമൊക്കെ കുറഞ്ഞു. കുഞ്ഞിങ് ആശുപത്രിയിൽ ചെക്കപ്പിനായിട്ടൊക്കെ വരാറുണ്ട്. എന്നാൽ ഹോസ്പിറ്റലിലെ തീപിടുത്തം കാരണം എല്ലാ റെക്കോർഡ്സും നശിച്ചു പോയി. ആശുപത്രി രജിസ്റ്ററിലെ ഒരു ജീവനക്കാരൻ ആ സ്ത്രീ തിരിച്ചറിഞ്ഞെന്നും അവർക്ക് പ്രസവ ചികിത്സയായിട്ട് എപ്പോഴും വരാറുണ്ടെന്ന് പറഞ്ഞു. അതിനാൽ അവിടെയുണ്ടായ എല്ലാ ഡോക്ടേഴ്സിനെ വിളിച്ചു വരുത്തി സംശയം തോന്നിയ ഹീറോയിൻ്റെ ഫോട്ടോ കാണിച്ചു. ആ ഡോക്ടർ 6 വർഷം മുമ്പ് ഈ വ്യക്തിക്കാണ് പ്രസവത്തിന് മുമ്പുള്ള എല്ലാ പരിശോധന നടത്തിയെന്ന് പറയുകയാണ്. എല്ലാ തെളിവ് വെച്ച് നോക്കുമ്പോൾ അത് ഹീറോയിനാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. എന്നാൽ അന്നൊരാളുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞുങ്ങളെ മാറ്റേണ്ടി വന്നു. അതാരാണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർക്ക് അറിയില്ല. ഫോണിലൂടെയാണ് സംസാരിച്ചത്. ഡോക്ടറിൻ്റെ ഭാര്യയും കുഞ്ഞിനെയും അവർ തട്ടിക്കൊണ്ടു പോയതുകൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് ചെയ്തത്. ഇവിടെ ഹീറോയിൻ അവളുടെ ഫ്രണ്ടിനോട് സ്വന്തം കുഞ്ഞിൻ്റെ മുഖം പോലും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ദൈവമായിട്ട് 2 കുട്ടികൾ തന്നു. അതുമായി ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഫ്രണ്ട് പറയുമ്പോൾ ഇന്ന് അവളുടെ കുട്ടിയുടെ മരിച്ച ദിവസമാണ്. അവർ ഈ കേസ് പലതവണ അന്വേഷിച്ചു. ആശുപത്രി രേഖകളൊന്നും കാണുന്നില്ല. അന്നുണ്ടായ ഡോക്ടറിന് മാത്രമാണ് സത്യം അറിയാൻ സാധിക്കുന്നത്. ഇവർ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഹീറോ എത്തി എന്താണ് ഇവിടെ എന്നുള്ളത്. സത്യം പറയാതെ ഫ്രണ്ട് ഞങ്ങളിവിടെ വർക്ക് ചെയ്തെന്നും പഴയ ഫ്രണ്ടിനെ കാണാൻ വന്നാണെന്ന് കള്ളം പറഞ്ഞു. അത് അവിടെ നല്ല ഭാവിക്ക് വേണ്ടാണ് അവൾ പറഞ്ഞത്. ഇവരുടെ പെരുമാറ്റത്തിൽ എന്തോ ഹീറോയ്ക്ക് ഡൗട്ട് അടിച്ചു. ഇവിടെ ആ ലേഡി മിസ്റ്റർ ഗുവിൻ്റെ പുതിയ വീട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഹീറോയാണെന്നുള്ളത് അറിയുകയാണ്. കൂടാതെ ഹീറോ അവൾക്ക് മുന്നിൽ അവൻ്റെ റിയൽ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചിട്ടാണ് താമസിക്കുന്നത്. അതിനാൽ മിസ്റ്റർ ഗുവിൻ്റെ വീട്ടിലേക്ക് ഹീറോയിന് പകരം വേറൊരാളും കൊണ്ടുവരുന്നത്. പക്ഷേ മുത്തശ്ശിക്ക് ഓൾറെഡി ആളെ കണ്ടതിനാൽ ഇവളാണ് സി എന്ന് പരിചയപ്പെടുത്തി. പക്ഷേ അയാൾ ഇതാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി സിയ. അപ്പോൾ അവിടെ ഹീറോയിൻ എത്തുന്നു. ആൾ മാറിയതാണ് വന്നതറിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി. അവളുടെ കയ്യിലാണ് കോൺട്രാക്റ്റൊക്കെ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ അയാൾ തട്ടിമാറ്റി. ഫർണിച്ചറൊക്കെ ഒരുക്കാനായിട്ട് അയാൾ വേറൊരാളെ നിയമിച്ചെങ്കിലും ഹീറോയിൻ കൊണ്ടുവന്ന മിക്ക ഫർണിച്ചറൊക്കെ പുരാതനത്തിൽപ്പെട്ട നല്ല വിലയെടുപ്പുള്ള ഫർണിച്ചറാണ്. സോ മുത്തശ്ശി കള്ളം തന്നെ കാട്ടിയതിന് ആര് വീട്ടിൽ നിന്ന് കമ്പനിയിൽ നിന്നൊക്കെ പുറത്താക്കി. ഹീറോയിൻ മുത്തശ്ശിയുമായി സംസാരിച്ചിരിക്കുമ്പോഴാണ് ഹീറോ വീട്ടിലെത്തുന്നത്. ഹീറോ മുത്തശ്ശിയെ വിളിക്കുന്നത് കണ്ടപ്പോൾ ഹീറോ ആണ് മിസ്റ്റർ ഗോ എന്നുള്ള സത്യാവസ്ഥകൾക്ക് മനസ്സിലാവുകയാണ്. തനിക്ക് വർക്കുണ്ടെന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഹീറോ ആണ് ഹീറോയിനെ കെട്ടിയതിൽ നിന്ന് മുത്തശ്ശിക്ക് സന്തോഷമാവുകയാണ്. ഇപ്പോൾ എല്ലാം മാറിന സ്ഥിതിക്ക് ഹീറോ അവളെ പ്രപ്പോസ് ചെയ്യാനായി ബൊക്കയുമായി വരുമ്പോൾ അവൾ നല്ല ദേഷ്യത്തിൽ സങ്കടത്തിലാണ്. ഹീറോ പ്രപ്പോസ് ചെയ്യാൻ വന്നപ്പോൾ തനിക്ക് ഉടനെ ഡിവോഴ്സ് വേണം എന്നാണ് പറയുന്നത്. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റിയേനെ. നിങ്ങൾ കാരണമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയെന്ന് പറഞ്ഞ് അവൾ ഉടൻ തന്നെ ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഡിവോഴ്സ് ഒപ്പിട്ടിട്ട് ഹീറോയുടെ വീട്ടിൽ പോകാനായി പറഞ്ഞപ്പോൾ ഹീറോയ്ക്ക് അവളെ വിട്ടിട്ട് പോകണമെന്നില്ല. എന്നിട്ട് അവൻ കുട്ടികളകത്തേക്ക് കയറ്റി ഹീറോയും കയറാൻ നോക്കുമ്പോൾ കുട്ടികൾ മനഃപൂർവ്വം ഹീറോയെ കയറ്റാണ്ട് വാതിലടച്ചു. അപ്പോഴാണ് ഫോണിൽ ഹീറോയെ കാണുന്നത്. അവൾ പഠിച്ചിരുന്ന സ്കൂളിൽ ഹീറോ 6 വർഷം മുന്നേ പഠിത്തം നിർത്തേണ്ടി വന്ന സിക്ക് വേണ്ടി തുടർന്ന് പഠിക്കാമെന്നും അതുപോലെ പഠിക്കാൻ പറ്റാത്ത പിള്ളേർക്ക് മിസ്റ്റർ ഗു ഗ്രൂപ്പ് 10 മില്യനാണ് ഡൊണേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് എല്ലാവർക്കും മുന്നിൽ അവളോട് ചെയ്തെല്ലാം ക്ഷമ പറയുകയും എന്നിട്ട് ഈ ഹീറോയിനെ കുടിക്കുക ആളെ വെറുതെ വിടില്ല.
ആ ലേഡി കാരണമാണ് അവൾക്ക് അങ്ങനെ സംഭവിച്ചത്. ഹീറോയിന് മയക്കുമരുന്ന് കൊടുത്ത് ഹീറോയുടെ റൂമിലേക്ക് വിട്ടത്. അങ്ങനെ എല്ലാ തെളിവും കണ്ടെത്തിയോടെ ഹീറോയിന് ഹാപ്പിയെങ്കിലും അവൾക്കുണ്ടായ അനുഭവം വെളിപ്പെടുത്തി. 6 വർഷം മുന്നേ അവൾ 2 കുട്ടികൾക്ക് ജന്മം നൽകിയെങ്കിലും പക്ഷെ അവരുടെ അച്ഛൻ ആരാന്ന് അവൾക്കറിയില്ല. ഹീറോയും അത് കഴിഞ്ഞതല്ല, അത് വിട്ടേരെന്ന് പറയുമ്പോൾ അത് ആരാണെന്ന് എനിക്ക് കണ്ടെത്തണം, എൻ്റെ കുട്ടികളെ എനിക്ക് വേണം, ഇനി നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ പറ്റില്ല, ഡിവോഴ്സിൽ ഒപ്പിട്ടേക്കെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങുമ്പോഴാണ് അസിസ്റ്റന്റ് ഓടിയെത്തി. DNA ടെസ്റ്റിന് റിസൾട്ട് വന്നു. 2 കുട്ടികളുടെ അമ്മ മറ്റാരുമല്ല ഹീറോയിനാണെന്ന് അറിയുകയാണ്. ഇവരുടെ അമ്മ തന്നെയാണ് ഹീറോയിൻ എന്ന് അറിഞ്ഞുടനെ ഹീറോ അവളെ തടഞ്ഞു നിർത്തി. നോക്കൂ, നിന്റെ കുട്ടികൾ മരിച്ചിട്ടില്ല, ഇവരാണെന്ന് പറഞ്ഞ് DNA ടെസ്റ്റ് കാണിച്ചു കൊടുത്തു. അത് കണ്ടതും അവൾക്ക് ഒരുപാട് ഹാപ്പി. തൻ്റെ മക്കൾ മരിച്ചു പോയിട്ടില്ലെന്ന് അറിയുമ്പോൾ അവർ ഒരു കുടുംബമായിട്ട് കഴിയാൻ തീരുമാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.